മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മളുടെ നാടിൻ്റെ പുരോഗതിയെക്കുറിച്ച് പത്രമാധ്യമങ്ങളൊന്നും കാര്യമായിട്ട് വിവരിക്കാറില്ല. അപ്പം നമ്മൾ പോയിന്റ് ബൈ പോയിന്റായിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ പൂർവ്വകാല വൈഭവത്തിൽ അഭിമാനിക്കുന്ന പോലെ വർത്തമാനകാലത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും അഭിമാനിക്കാൻ സാധിക്കണം. വാർത്തകൾ വായിക്കുകയാണ്. അമേരിക്കയിലെ എയർഫോഴ്സ് ഭാരതത്തിൻ്റെ എയർഫോഴ്സുമായിട്ട്, ഇന്ത്യൻ എയർഫോഴ്സും US എയർഫോഴ്സുമായിട്ട് ഡിഫൻസ് കാര്യങ്ങളിൽ നേരിട്ട് സഹകരിക്കാൻ തീരുമാനിച്ചു. ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രി മെഹബൂബ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് കാശ്മീരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് മുമ്പോട്ട് കുറേയധികം പരിപാടികൾ വെച്ചിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് റഷ്യയിലെ നമ്മൾ വാങ്ങിക്കുന്ന സുഖോയ് വിമാനത്തിൽ 30 വിമാനം ഭാരതത്തിൽ തന്നെ ഉണ്ടാക്കാനുള്ള കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. മ്യാൻമാർ അഥവാ ബർമ്മയുമായിട്ട് ഭാരതം അതിശക്തമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കുകയും മ്യാൻമാറിന് ബർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള ട്രെയിനിങ്ങും സഹായവും ഡിഫൻസ് മെറ്റീരിയലും നൽകാനുള്ള കരാറിൽ ഭാരതം ഒപ്പുവെച്ചു. ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു വലിയ സംഘം സ്ത്രീകള് പൈലറ്റുകളായിട്ട് എൻറോൾ ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ ഡീസൽ എഞ്ചിൻ ബാൻ ചെയ്തപ്പോൾ ചുരുങ്ങിയ കാലയളവിൽ സുപ്രീം കോടതിയുടെ ബാനിങ് വന്നപ്പോൾ 4000 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് എന്ന് അറിയിക്കുന്നു. ഇന്ത്യക്ക് ഏത് ഉൽപ്പന്നങ്ങളും നല്ല ക്വാളിറ്റിയോടുകൂടി സർട്ടിഫിക്കേഷനോടുകൂടി യുണൈറ്റഡ് കിങ്ഡം ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കാനുള്ള എഗ്രിമെന്റ് ഒപ്പിട്ടതോടുകൂടി ഭാരതത്തിൻ്റെ UK-യിലേക്കുള്ള കയറ്റുമതി സാധ്യത വളരെ ഏറെ കൂട്ടാൻ സാധിച്ചിട്ടുണ്ട്. മാർച്ച് കഴിഞ്ഞിട്ട് ഈ വർഷം ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസങ്ങളിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ലാഭം എന്ന് പറയുന്നത് 8269 കോടി രൂപയാണ്. ടാറ്റ കമ്പനി ലോകത്തിലെ പ്രസിദ്ധങ്ങളായ യൂണിവേഴ്സിറ്റികൾ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, യേൽ യൂണിവേഴ്സിറ്റി തുടങ്ങിയ, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ വിദേശ യൂണിവേഴ്സിറ്റികളും ഭാരതത്തിലെ അനവധി IIT-കളും ചേർന്ന് തികച്ചും നൂതനങ്ങളായ ആശയങ്ങൾ വികസിപ്പിച്ചെടുക്കാനുള്ള സ്റ്റാർട്ട് ഇന്നോവേഷൻ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് 2 ദേശത്തിലെയും വിദേശത്തിലെയും യൂണിവേഴ്സിറ്റികൾ തമ്മിൽ സഹകരിക്കാനുള്ള കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഭാരതത്തിലെ ഫാർമസ്യൂട്ടിക്കൽ മരുന്നുണ്ടാക്കുന്ന കമ്പനികളിലേക്ക് 100% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഗവൺമെന്റ് അനുവദിച്ചു. ലോകത്തിലെ 5 ടോപ്പ് മരുന്നുണ്ടാക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാക്കി തീർക്കാൻ ഇപ്രകാരം സാധിക്കുമെന്ന് ഗവൺമെന്റ് പറഞ്ഞു. 10,28,671 പേരാണ് 10,228,671 പേരാണ് സ്കിൽ ഡെവലപ്മെന്റിലൂടെ ഇത്രയും കാലം കൗശൽ വികാസ് യോജനയിലൂടെ ട്രെയിനിങ് ലഭിച്ച് ജോലിയിലേക്ക് കയറിയവർ. 24 ലക്ഷത്തോളം യുവാക്കള് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. 327 തരത്തിലുള്ള ജോലികൾക്കാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ട്രെയിനിങ് കൊടുക്കുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വളരെയധികം മോശമായി വരുമ്പോൾ ചൈന പലപ്പോഴും ഇന്ത്യയെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ചൈനയുടെ പ്രദേശത്തേക്ക് കയറുകയാണെങ്കിൽ ഞങ്ങൾ ക്ഷമിച്ചുകൊണ്ടിരിക്കില്ല എന്ന്. ഇന്നലെ ചൈന വീണ്ടും പറഞ്ഞു ഇന്ത്യയാണ് ചൈനയ്ക്കെതിരെ പ്രകോപനമുണ്ടാക്കുന്നത് എന്ന്. അടുത്തത്, റഷ്യയിൽ നിന്ന് ഇന്ത്യ കാലിബർ മിസൈൽ എന്ന് പറയുന്ന യുദ്ധോപകരണം വാങ്ങിക്കാനുള്ള കരാറുമായിട്ട് ഒപ്പിട്ടു. ഭാരതത്തിന് ആന്ധ്രാപ്രദേശിൽ ഉണ്ടാക്കാൻ പോകുന്ന ആറ്റമിക് റിയാക്ടർ ഇലക്ട്രിസിറ്റി പ്ലാന്റിന്റെ ഡിസൈൻ അമേരിക്കയായിരിക്കും ചെയ്തു നൽകാം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വളരെയധികം വർദ്ധിച്ചതുകൊണ്ട് ഭാരതത്തിൻ്റെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ട് അമേരിക്കയിലെ യുദ്ധോപകരണങ്ങളും അമേരിക്കൻ പട്ടാളക്കാരും വരെ ഇന്ത്യ ചൈന ബോർഡറിൽ സ്ഥാനമുറപ്പിക്കാൻ സാധ്യതയുണ്ട്. ഫിലിപ്പീൻസ് എന്ന രാജ്യവുമായിട്ട് ഭാരതം വളരെയേറെ ബന്ധം
ദൃഢമാക്കാനും ഭാരതത്തിന്റെ സഹകരണം ഫിലിപ്പീൻസിന് വേണമെന്ന് അവിടുത്തെ പ്രധാനമന്ത്രി വ്യക്തമായിട്ട് അറിയിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ചൈനയുടെ ഭീഷണി മുമ്പിലിരിക്കുമ്പോൾ ഫിലിപ്പീൻസ് ഭാരതവുമായിട്ട് സഹകരിക്കാനുള്ള എല്ലാ കരാറിലും ഒപ്പുവെച്ചിട്ടുണ്ട്. പാകിസ്ഥാനെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത് ഇന്ത്യയും US-ഉം തമ്മിലുള്ള, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സഹകരണം പാകിസ്ഥാനെ ഒത്തിരി അധികം വേദനിപ്പിക്കുന്നു എന്ന് അമേരിക്ക അത് തിരിച്ചറിയുന്നു. ഈ പ്രദേശത്ത് അഫ്ഗാനിസ്ഥാനും ഇറാനും അതുപോലെ തന്നെ ബർമ്മയും ബംഗ്ലാദേശും തായ്വാനും കംബോഡിയയും വിയറ്റ്നാമും ഫിലിപ്പീൻസും ശ്രീലങ്കയും എല്ലാം ഭാരതവുമായിട്ട് സഹകരിക്കുന്നത് കൊണ്ട് ഈ പ്രദേശത്ത് ചൈന ഒറ്റപ്പെടുന്നതായിട്ട് വ്യക്തമായിട്ട് ചൈനയ്ക്ക് ബോധ്യമായിരിക്കുന്നു. കൂടംകുളത്തിലെ ഇലക്ട്രിസിറ്റിയുടെ പ്രൊഡക്ഷന്റെ 2ാം ഭാഗവും കൂടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ 6000-ലധികം മെഗാവാട്ട് ഇലക്ട്രിസിറ്റി ഭാരതത്തിലെ 22 ന്യൂക്ലിയർ പവർ പ്ലാന്റിലൂടെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു എന്ന് അറിയിച്ചു. ആർമി ഡിസൈൻ ബ്യൂറോ ഒരു വലിയ ലാബറട്ടറി, ആർമിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിദേശത്ത് നിന്ന് ഡിസൈൻ ചെയ്യുന്നതിന് പകരം ഇന്ത്യയിൽ തന്നെ ഡിസൈൻ ചെയ്യാനുള്ള വലിയ സ്ഥാപനം ഡൽഹിയിൽ സ്ഥാപിച്ചു. ഈസ്റ്റ് ആക്ട്, കിഴക്ക് നോക്കി പ്രവർത്തിക്കുക എന്ന ഭാരതത്തിന്റെ പുതിയ പദ്ധതി ഈസ്റ്റ് ആക്ട്, ആക്ടിംഗ് ഇൻ ദി ഈസ്റ്റ്, ആ പരിപാടിയുടെ ഭാഗമായിട്ട് ഭാരതം നേപ്പാളുമായിട്ടുള്ള സഹകരണം വളരെയധികം വർദ്ധിപ്പിച്ചു. ഭൂട്ടാനും ബംഗ്ലാദേശും മ്യാൻമാറും വിയറ്റ്നാമും ഫിലിപ്പീൻസും അതുപോലെ തന്നെ തായ്വാനും സിംഗപ്പൂരും മലേഷ്യ കംബോഡിയ ശ്രീലങ്ക ഈ രാജ്യങ്ങളുമായിട്ട് ഭാരതം സഹോദര ബന്ധം പോലെ എല്ലാവിധത്തിലുള്ള സഹകരണങ്ങളും ഉറപ്പാക്കുന്നത് വളരെയധികം വിജയകരമായിട്ട് നടപ്പാക്കാൻ സാധിച്ചു. ജമ്മു കാശ്മീരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പുതിയ ആശയം മുമ്പോട്ട് വന്നിരിക്കുന്നത് ജമ്മു കാശ്മീരിനെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. അതിൽ താരതമ്യേന പൂർണ്ണമായും ശാന്തമായ ജമ്മു എന്ന് പറയുന്ന പ്രദേശത്തെ ജമ്മു കാശ്മീരിൽ നിന്ന് മാറ്റുക, ലഡാക്ക് എന്ന പ്രദേശത്തെ ജമ്മു കാശ്മീരിൽ നിന്ന് മാറ്റുക, ഏറ്റവും പ്രശ്നസങ്കീർണമായ കാശ്മീർ അത് മാത്രം മാറ്റി നിർത്തിയിട്ട് അവിടെയുള്ള പ്രശ്നങ്ങൾ തീവ്രവാദവും മറ്റും ഒതുക്കാനും കൺട്രോൾ ചെയ്യാനും ശ്രമിക്കുക എന്ന പരിപാടി ആവിഷ്കരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. ടാറ്റയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അമേരിക്കയിലെ ജാവലിൻ കമ്പനിയും ഒരുമിച്ച് ചേർന്ന് ഭാരതത്തിന് ആവശ്യമായിട്ടുള്ള ആന്റി ആർമർ മിസൈലുകൾ ഉണ്ടാക്കാനുള്ള പരിപാടികൾ ആവിഷ്കരിച്ചു. ആൾ ഇന്ത്യ റേഡിയോയുടെ എല്ലാ പരിപാടികളും പാകിസ്ഥാനില് ഗിൽജിറ്റ് എന്ന് പറയുന്ന പ്രദേശത്തും പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലും ബലൂചിസ്ഥാനിലും ലഭിക്കുന്നുണ്ടായിരിക്കും. ഭാരത സന്ദേശം ഈ 3 ഭാഗങ്ങൾക്ക് ലഭിക്കാൻ വേണ്ട എല്ലാ പരിപാടികളും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ ഗവൺമെന്റ് അവിടേക്ക് ഇന്ത്യയുടെ ആൾ ഇന്ത്യ റേഡിയോയിലെ വാർത്ത വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഭാരതത്തിൽ പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന രീതിയിൽ തിരിച്ച് അടിക്കാം. അവിടെയും പ്രശ്നങ്ങൾ സ്വതന്ത്ര ചിന്താഗതിക്കാരായ ബലൂചിസ്ഥാൻകാരെയും ജിൽജിറ്റുകാരെയും പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലുള്ളവരെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് തിരിച്ചടിക്കുന്നത് എന്ന രീതിയിൽ ഭാരത ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. ഗിൽജിറ്റിലും ബലൂചിസ്ഥാനിലും പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലും സിന്ധു ദേശം എന്ന പേരിൽ പുതിയ ഒരു രാജ്യമുണ്ടാക്കാനുള്ള വളരെയധികം പ്രവർത്തനങ്ങൾ അവിടെയുള്ള ജനങ്ങൾ എല്ലാം സഹിച്ചും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതുന്നതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. സിന്ധു ദേശം സ്ഥാപിക്കലാണ് തന്റെ ജീവിത ലക്ഷ്യമെന്ന് അവിടെ പണ്ടുണ്ടായിരുന്ന 10 വർഷങ്ങൾക്ക് മുമ്പ് ലണ്ടനിലേക്ക് പോയ അവിടുത്തെ സിന്ധു ദേശത്തിലെ രാജാവ് വ്യക്തമായിട്ടുണ്ട്. ഭാരതത്തിൽ നിന്ന് 68 വിദേശ സാറ്റലൈറ്റുകൾ ശൂന്യാകാശത്തിലേക്ക് സ്പേസിലേക്ക് അയക്കാനായിട്ടുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട്. 68 സാറ്റലൈറ്റുകൾ ഭാരതം ISROയുടെ വെഹിക്കിൾ ഉപയോഗിച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ടാവും. അതിലെ 12 സാറ്റലൈറ്റ് അമേരിക്കയിൽ നിന്നാണ്. ബലൂചിസ്ഥാനിലെ പഴയ രാജാവ് കിങ് സിയോൺ അദ്ദേഹം തന്റെ ഉദ്ദേശം സിന്ധു ദേശം പുനഃസ്ഥാപിക്കലാണ്. അതിന് ഭാരതത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും സപ്പോർട്ടുകളും വേണമെന്ന് ലണ്ടനിൽ നിന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചൈനയിൽ നിന്ന് 8 മുങ്ങിക്കപ്പലുകൾ സബ്മറൈൻസ് $5 ബില്യൺ കൊടുത്ത് പാകിസ്ഥാൻ
വാങ്ങിക്കുന്നുണ്ടായിരിക്കും. 2028 കൂടി പാകിസ്ഥാനിൽ 8 സബ്മറൈൻ ചൈനയിൽ നിന്ന് ലഭിക്കുന്നുണ്ടായിരിക്കും. അഫ്ഗാനിസ്ഥാൻ ആർമിക്കും ആർമി ചീഫും ഭാരതത്തിൽ പൂർണ്ണ തോതിലുള്ള ട്രെയിനിങ് പരിശീലനം ലഭിക്കാൻ വേണ്ടത് എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ആർമി ചീഫ് ഭാരതത്തിൽ കുറേ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. ഭാരതത്തിലെ മിലിറ്ററി സോൾജേഴ്സിന് അവരുടെ ഇൻഷുറൻസ് പ്രീമിയം വളരെയധികം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വർദ്ധിക്കുകയും പട്ടാളക്കാരിൽ നിന്ന് ഒരു കോൺട്രിബ്യൂഷനും കൂടുതൽ വാങ്ങിക്കാതെ അവരുടെ ഇൻഷുറൻസ് വളരെയധികം കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. BJP ഭാരതത്തെ അമേരിക്കയ്ക്ക് അടിയറ വയ്ക്കുകയാണെന്ന് CPM കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വളരെ ശക്തമായിട്ട് വിമർശിക്കേണ്ടായി. ഭാരതത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ചൈന അതിശക്തമായ രീതിയിൽ മിലിറ്ററി ഫോഴ്സിനെ പട്ടാളക്കാരെ വിന്യസിക്കുന്നുണ്ട്. ടാൻസാനിയയിലെ നേവൽ ചീഫ് ഭാരതത്തിൽ വന്ന് ടാൻസാനിയയും ഭാരതം തമ്മിൽ പ്രതിരോധ കരാറിൽ ഒപ്പുവെക്കുകയും ഒത്തിരി സാധനങ്ങൾ ഭാരതത്തിൽ നിന്ന് ടാൻസാനിയയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള കരാറിലും ഒപ്പുവെക്കുകയുണ്ടായി. ഈ ഭാരതത്തിലെ കപ്പലുകൾ ഉണ്ടാക്കുന്ന ഭാരത് ഷിപ്പ്യാർഡ് എന്ന കമ്പനി റഷ്യയും ഇംഗ്ലണ്ടുമായി ചേർന്ന് ഭാരതത്തിന് ആവശ്യമായിട്ടുള്ള യുദ്ധക്കപ്പലുകൾ ഭാരതത്തിൽ തന്നെ ഉണ്ടാക്കാനുള്ള കരാറിൽ ഒപ്പുവെച്ചു. ബലൂചിസ്ഥാനില് പല പ്രാവശ്യവും പാകിസ്ഥാൻകാര് രാസ വസ്തുക്കള് ജനങ്ങളെ വധിക്കാനായിട്ട് കെമിക്കൽ വെപ്പൺസ് രാസയുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചതായിട്ട് ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ പറയുകയുണ്ടായി. ലോകത്തിലെ ബുദ്ധിജീവികളും അതേപോലെ ന്യൂസ് പേപ്പേഴ്സും പറയുന്നു, ഭാരതം പരിധിക്കപ്പുറം അമേരിക്കയുമായിട്ട് ചേരുകയാണെങ്കിൽ ചിലപ്പോൾ അത് മറ്റ് രാജ്യങ്ങൾക്ക് പ്രശ്നമുണ്ടാവും, പ്രത്യേകിച്ച് ചൈനയ്ക്ക് അത് വളരെയേറെ ഇറിറ്റേഷൻ ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുന്നു. ഭാരതത്തിലെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് വേണ്ടി 1.33 ലക്ഷം ടൺ പരിപ്പ് വർഗ്ഗങ്ങൾ ഭാരതം നേരിട്ട് ഇമ്പോർട്ട് ചെയ്തു, ഇറക്കുമതി ചെയ്തു. അങ്ങനെ ഭാരതത്തിലെ വില നിലവാരം വളരെ താഴ്ന്ന രീതിയിൽ നിലനിർത്താനും സാധിച്ചു. 2015-2016 കാലയളവിൽ $40 ബില്യൺ ഭാരതത്തിലേക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന മൊറീഷ്യസിൽ നിന്നും, പിന്നെ വന്നിരിക്കുന്നത് സിംഗപ്പൂരിൽ നിന്നുമാണ് FDI ആയിട്ട് വന്നിരിക്കുന്നത്. ഭാരതത്തിലെ കൂടൻകുളം എന്ന ഇലക്ട്രിക് ജനറേഷൻ സിസ്റ്റം കൂടി രണ്ടാമത്തെ സിസ്റ്റം കൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഭാരതം ആറ്റമിക് റിയാക്ടർ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ ലക്ഷ്യം കവച്ചു വയ്ക്കും എന്ന് അറിയിച്ചിരുന്നു. ശ്രീ നരേന്ദ്രമോദി സന്ദർശിച്ച 51 രാജ്യങ്ങളിൽ 12 രാജ്യങ്ങളിൽ നിന്ന് $20 ബില്യൺ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഭക്ഷ്യപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിലും പ്രതിരോധ കാര്യങ്ങളിലും അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റിംഗ്, പ്രിന്റിംഗ്, അതിലെല്ലാത്തിലും 100% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അനുവദിച്ചു. അത് ഓട്ടോമാറ്റിക് റൂട്ടിലൂടെ ഉള്ള ട്രേഡിങ്ങിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഭാരതത്തിലെ ലോജിസ്റ്റിക്കുകളുടെ മൂവ്മെന്റുകളിൽ 160 രാജ്യങ്ങളിൽ ഭാരതം ഇന്ന് 35ാമത്തെ സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഓരോ വസ്തുക്കളും ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനുമായിട്ട് സാധനങ്ങൾ മൂവ് ചെയ്യുന്നത് എത്ര വേഗത്തിലാണോ അതിനെയാണ് ലോജിസ്റ്റിക് മൂവ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുക. ലോകത്തിലെ ഏറ്റവും പെട്ടെന്ന് സാധനങ്ങൾ മൂവ് ചെയ്യുന്നത് ജർമ്മനിയാണ് 1ാമത്തെ സ്ഥാനത്ത്. ഭാരതം ഇപ്പോൾ 35ാമത്തെ സ്ഥാനത്തെത്തിയിരുന്നു. പണ്ടത് 72ാമത്തെ സ്ഥാനത്തായിരുന്നു. പാകിസ്ഥാൻ ലോകത്തിലെ എല്ലായിടത്തും തീവ്രവാദികളെയും ഉഗ്രവാദികളെയും എല്ലാം സപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് തന്നെ നിരന്തരം ബോംബ് പൊട്ടുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായതുകൊണ്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് ഏതാണ്ട് 3500 തീവ്രവാദികളെ പാകിസ്ഥാൻ വെടിവെച്ച് കൊല്ലുകയുണ്ടായി. അടുത്ത കാലത്ത് പാകിസ്ഥാനിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ തീവ്രവാദികളുടെ അനുഗ്രഹം കൊണ്ടുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ 17 പേര് മരിക്കുകയും 50 പേർക്ക് മുറിവേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വിയറ്റ്നാമും ബർമ്മയും ഭാരതമായിട്ട് പ്രതിരോധ കരാറിൽ പൂർണ്ണമായിട്ടും ഭാരതത്തിന്റെ ഭാഗം പോലെ പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചു. ഭാരതത്തിലെ ബ്രഹ്മോസ് മിസൈൽസും മറ്റെല്ലാം ബർമ്മയിലേക്കും വിയറ്റ്നാമിലേക്കും എക്സ്പോർട്ട് ചെയ്യാനും ഭാരതം തീരുമാനിച്ചിട്ടുണ്ട്.
ഭാരതം വികസിപ്പിച്ചെടുത്ത ഹെലികോപ്റ്റർ ആദ്യത്തെ ട്രയൽ റണ്ണിങ് അത് ഉടനെ നടത്തുന്നുണ്ടായിരിക്കും. അമേരിക്കയിലെ പെന്റഗൺ അവരുടെ പ്രതിരോധ വകുപ്പിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഓഫീസ് പെന്റഗൺ ഭാരതവുമായിട്ട് പൂർണ്ണമായിട്ടും സഹകരിച്ചും ധാരാളം വസ്തുക്കൾ ഡിഫൻസിന് ആവശ്യമായിട്ടുള്ള പ്രതിരോധത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഭാരതത്തിൽ തന്നെ നിർമ്മിക്കാനുള്ള കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയുണ്ടായി. ഡ്യൂപ്ലിക്കേറ്റ് ഗ്യാസ് കണക്ഷൻ അല്ലെങ്കിൽ ഫേക്ക് ഗ്യാസ് കണക്ഷൻ, ഇല്ലാത്ത വ്യക്തികളുടെ പേരിൽ നിലനിന്നിരുന്ന ഗ്യാസ് കണക്ഷൻ, ഗോസ്റ്റ് ഗ്യാസ് കണക്ഷൻ എന്നൊക്കെ പറയുണ്ടായിരുന്നു. അത് പ്രകാരം അത് ക്യാൻസൽ ചെയ്തത് കൊണ്ട് 21,000 കോടി രൂപയുടെ ലാഭം ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഉണ്ടാവുകയും ആ എമൗണ്ട് ഉപയോഗിച്ച് 17.4 കോടി വീടുകളിലേക്ക് പുതിയ ഗ്യാസ് കണക്ഷൻ കൊടുക്കുകയും ചെയ്തിരുന്നു. 10,000 കോടി രൂപ 50 ലക്ഷം യുവാക്കൾക്ക് അപ്രന്റീസ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നൽകാനായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു. ഭാരതത്തിലെ മാനുഫാക്ചറിംഗ് സെക്ടർ ഉൽപ്പാദിപ്പിക്കുന്ന വ്യാവസായിക ശാലകൾ ഈ 13 വർഷത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഉൽപാദനം ഈ മാസം ആഗസ്റ്റ് മാസം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ബ്രിക്സ് രാജ്യങ്ങളുടെ മീറ്റിങ്ങുകളിൽ പാകിസ്ഥാനെ അതിനിശ്ചിതമായിട്ട് ഭാരതം വിമർശിക്കുകയും തീവ്രവാദത്തിന്റെ കേന്ദ്രമാണ് പാകിസ്ഥാൻ എന്ന് പറയുകയും ചെയ്തു. താലിബാൻ തീവ്രവാദികൾ ഭാരതം അഫ്ഗാനിസ്ഥാനുമായിട്ട് സഹകരിക്കുന്നതിനെ അതിശക്തമായിട്ട് വിമർശിക്കുകയുണ്ടായി. ഭാരതം അഫ്ഗാനിസ്ഥാൻ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യരുതെന്നും അപ്രകാരം സപ്പോർട്ട് ചെയ്താൽ താലിബാൻ തീവ്രവാദികൾ ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുമെന്നും അറിയിക്കുകയുണ്ടായി. 2.2 ടൺ ഭാരമുള്ള ഇൻസാറ്റ് 3DR എന്ന സാറ്റലൈറ്റ് ഭാരതം ഉടനെ വിക്ഷേപിക്കുന്നുണ്ടാവും. ഭാരതത്തിൽ വികസിപ്പിച്ചെടുത്ത GSLV-FDS എന്ന റോക്കറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും ഭാരതം ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഭാരതം അയൽ രാജ്യങ്ങൾക്ക് അവയുടെ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ നൽകുന്ന കരാറിൽ ഒപ്പുവെച്ച് ആയുധങ്ങൾ കയറ്റി അയക്കാൻ തുടങ്ങിയിരുന്നു. ഭാരതത്തിലെ IT സെക്ടറിൽ വളരെയേറെ വ്യവസായങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഹൈദരാബാദിൽ ഉള്ള മെഡി പ്ലസ് എന്ന കമ്പനി ഭാരതമെമ്പാടും 500 സ്റ്റോറുകൾ വളരെ ചുരുങ്ങിയ വിലയിൽ മരുന്നുകൾ രോഗികൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോറുകൾ 500 എണ്ണം തുടങ്ങാനുള്ള സംരംഭം വളരെ വിജയകരമായി നടത്തുന്നു. ഭാരതത്തിൽ മഹാരാഷ്ട്രയാണ് ഏറ്റവും എളുപ്പത്തിൽ വ്യാവസായിക സംരംഭങ്ങൾ തുടങ്ങാനുള്ള സംസ്ഥാനമായി തീർന്നിരിക്കുന്നു എന്ന് മഹാരാഷ്ട്ര ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും അത് ഇവാലുവേറ്റ് ചെയ്യുന്ന അതോറിറ്റിയും അറിയിച്ചിരിക്കുന്നു. റോയൽ ഓർച്ചിഡ് എന്ന ഹോട്ടൽ ശൃംഖല ഭാരതം മുഴുവനും വ്യാപിപ്പിക്കാൻ വിദേശ ഹോട്ടൽ ശൃംഖലകർ തയ്യാറായി വന്നിട്ടുണ്ട്. 2016 ഈ 4 മാസം കൊണ്ട് 3 ലക്ഷം കോടി രൂപയുടെ പ്രോജക്റ്റാണ് ഗവൺമെന്റ് അംഗീകരിച്ചത്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ 3 ലക്ഷം കോടി രൂപയുടെ പ്രോജക്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചു. കഴിഞ്ഞ വർഷം പൂർണ്ണമായിട്ട് കഴിഞ്ഞ 2015-12 മാസം കൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകരിച്ചത് 5 ലക്ഷം കോടി രൂപയുടെ പ്രോജക്റ്റുകളാണ്. SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഫ്രഞ്ചിലെ ഇൻഷുറൻസ് കമ്പനി BNPയും ചേർന്ന് ഭാരതത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയാകാനുള്ള കരാറിൽ ഒപ്പുവെക്കുകയുണ്ടായി. 55,000 ഗ്രാമങ്ങളിൽ ഭാരതത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലുള്ള വികസനം എത്താത്ത 55,000 ഗ്രാമങ്ങളിലേക്ക് മൊബൈൽ ഫോണുകൾ എത്തിക്കാനുള്ള എല്ലാ പരിപാടികളും വൻ വിജയമായിട്ട് പൂർത്തീകരിച്ചു വരുന്നു. ജമ്മു കാശ്മീരിലെ യുവാക്കൾക്ക് 250 കോടി രൂപയുടെ സ്പോർട്സ് ഫെസിലിറ്റി, ഇൻഡോർ സ്റ്റേഡിയം, മറ്റ് സ്പോർട്സ് വികസിപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഓരോ ജില്ലയിലും ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് 250 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. 20 ലക്ഷം കോടി രൂപയുടെ 500 പ്രോജക്റ്റുകൾ ഗവൺമെന്റ് പ്രധാനമന്ത്രിയുടെ PMO ഓഫീസ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പ്രോജക്റ്റുമായിട്ട് ഇതിന് ബന്ധമില്ല. ഇത് പുതിയ പ്രോജക്റ്റുകൾ. പ്രൈം മിനിസ്റ്ററുടെ നേരിട്ട് സൂപ്പർവിഷനിൽ 500 പ്രോജക്റ്റുകൾ 20 ലക്ഷം കോടി രൂപയുടേത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്നു. ഇതുകൂടാതെ 276 പ്രോജക്റ്റുകൾ 10 ലക്ഷം കോടി രൂപ വരുന്നത് അത് അടുത്ത 2 മാസത്തിനകം
പൂർണ്ണമായിട്ടും അംഗീകരിക്കുമെന്ന് PMO ഓഫീസ്, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിരിക്കുന്നു. വേൾഡ് ബാങ്ക് ഭാരതത്തിലെ റെയിൽവേക്ക് $5 കോടി ലോൺ അടുത്ത 7 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കാനുള്ള ലോൺ നൽകാനായിട്ടുള്ള കരാറിൽ വേൾഡ് ബാങ്കും അതുപോലെ തന്നെ ഭാരത റെയിൽവേയും തമ്മിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. സിംഗപ്പൂരും ഭാരതവും തമ്മിൽ നേവൽ ഫോഴ്സുകൾ തമ്മിൽ സഹകരിക്കാനുള്ള കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. 900 കോടി രൂപ കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ മാത്രം 9000 കോടി രൂപയുടെ നേരിട്ട് ഷെയർ മാർക്കറ്റിലേക്ക് ഫോറിനിൽ നിന്ന് ഫ്ലോ ചെയ്തിട്ടുണ്ട്. 9000 കോടി രൂപ ഫോറിനിൽ നിന്ന് ഷെയർ മാർക്കറ്റിൽ ഫ്ലോ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈയിൽ 12612 കോടി രൂപയും കഴിഞ്ഞ മാർച്ചിൽ 21000 കോടി രൂപയുമാണ് ദേശത്തും വിദേശത്തു നിന്നും ഷെയർ മാർക്കറ്റിലേക്ക് ഫ്ലോ ചെയ്തത്. അധ്യാപക ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അധ്യാപകരെ മുക്തകണ്ഠം പ്രശംസിക്കുകയും അവരുടെ സേവനം ഭാരതത്തെ വികസിപ്പിക്കാൻ ആവശ്യമാണ് എന്ന് പറയുകയും ചെയ്തു. ഭാരതത്തിനകത്ത് ടൂറിസം വികസിപ്പിക്കാനായിട്ട് 50000 കോടി രൂപയുടെ പ്രോജക്റ്റ്, 600 പ്രോജക്റ്റുകൾ 50000 കോടി രൂപയുടേത് വൻ വിജയമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നു. 2015-2016 ഫിനാൻഷ്യൽ ഇയർ 110 മില്യൺ 11 കോടി മൊബൈൽ ഫോണുകളാണ് ഭാരതത്തിൽ ഉണ്ടാക്കിയത്. അതേസമയത്ത് 2015 മാത്രം എടുക്കുകയാണെങ്കിൽ 58 മില്യൺ ആണ് ഉണ്ടാക്കിയത്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിനേക്കാളും ഈ ഫിനാൻഷ്യൽ ഇയർ ഇരട്ടി മൊബൈൽ ഫോണുകൾ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് അറിയിക്കുന്നു. പ്രണാമം, നമസ്കാരം.